പ്രൈസ് ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകി തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 വേർഡ്സ് 9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ രാവിലെ സമയത്ത് നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ആഗ്രഹിക്കുന്നത് നമ്മൾ ദരിദ്രനായി തീരുവാനല്ല, നമ്മൾ കഷ്ടപ്പെടുവാനല്ല, താഴേക്ക് ഇറങ്ങിപ്പോവാനല്ല, ആഴങ്ങളിൽ വീഴുവാനല്ല. ആമേൻ. നമ്മൾ ഉയരങ്ങളിലെ ഉയർച്ചയുള്ളവരായി, നന്മ അനുഭവിക്കുന്നവരായി, സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരായി മാറേണ്ടതെന്ന് തന്നെ നമ്മുടെ യേശു ദരിദ്രനായി തീർന്നു. എങ്ങനെ? ആ കാൽവരിയുടെ കൊലക്കളത്തിലെ അവൻ അടിക്കപ്പെട്ടു, മുറിക്കപ്പെട്ടു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിൻ്റെ വലതുവശത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നശിച്ചു പോകാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിക്കോട്ടെ, എന്നാൽ അതിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാ. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.